വർഷം 2019 രണ്ടാം മോദി സർക്കാരിൻ്റെ വരുന്നതിന് തൊട്ട് മുൻപുള്ള ഇലക്ഷൻ്റെ സമയം. ആ സമയത്ത് നരേന്ദ്രമോദി പറയുന്നു, ഞാൻ ഈ രാജ്യത്തിൻ്റെ ചൗക്കിദാർ ആണെന്ന് പറയുന്നു. ചൗക്കിദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ, അങ്ങനെ പ്രധാന സേവകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയക്കാരങ്ങനെ പലരും പല നമ്പറുകൾ വെക്കാറുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ നമ്പറുകളാണ്. അങ്ങനെ ചൗക്കിദാർ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അപ്പുറത്ത് നിന്ന് പറഞ്ഞു, ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞു. അതാരാണെന്ന് അറിയായിരിക്കുമല്ലോ. അതെ, രാഹുൽ ഗാന്ധി പറഞ്ഞു. അങ്ങനെ ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞു. അത് എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നാലും അടപടലം പൊട്ടി. അറിയാമല്ലോ, കോൺഗ്രസ് പൊട്ടി, BJP വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും വന്നു, NDA സഖ്യം വന്നു, ഭരണത്തിൽ വന്നു. അപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ ഇത് കൂടുന്നു. രാഹുൽ ഗാന്ധി കുറേ ഡ്രാമയൊക്കെ കാണിക്കുന്നു, ഞാൻ രാഷ്ട്രീയം തന്നെ രാജിവെച്ച് പോകുന്നു, AICC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിൽ പോവല്ലേ അച്ഛാ എന്നൊക്കെ പറയുന്നു. അതായിരുന്നു ഉദ്ദേശം. അല്ല അദ്ദേഹം മൊത്തത്തിൽ ഡിസപ്പോയിൻമെൻ്റ് ആയി. തിരിച്ച് അങ്ങ് പട്ടായയിലോട്ട് അങ്ങ് പോയാലോ, ഫാമിലിയെ കൊണ്ടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഫാമിലിയായിട്ട് പോയി ഇനി അങ്ങ് ജീവിച്ചാലോ എന്നൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ അദ്ദേഹം ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഫയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ചൗക്കിദാർ ചോർ ഹേ എന്ന് പറയുന്ന എൻ്റെ ലോകോത്തരമായിട്ടുള്ള വിശ്വോത്തരമായിട്ടുള്ള ആ ഒരു പ്രയോഗം നിങ്ങൾ ആരും ഏറ്റുപിടിച്ചില്ല, അതുകൊണ്ടാണ് ഇവർ പരാജയം ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞു. ഇവരാരും ഒന്നും പറഞ്ഞില്ല, കാരണം യുവരാജാവാണല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിൽ ഇപ്പോൾ ഈ പണ്ട് രാജീവ് ഗാന്ധിക്കെതിരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഗലി ഗലി മേ ചോർ ഹേ, രാജീവ് ചോർ ഹേ, രാജീവ് ഗാന്ധി ചോർ ഹേ എന്ന് പറഞ്ഞ് അതെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പം ഈ സാധാരണ ഈ അണികളാണ് ഇതൊക്കെ പറയുന്നത്, നേതാക്കന്മാരല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ EMSനെ EM പൂശി ഇല്ലത്തേക്ക് അയച്ചിടുമെന്നും പറഞ്ഞ് KSUക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതേ സ്ലോഗൻ കരുണാകരൻ പറയുന്ന ആലോചിച്ചു. EMSനെ EM പൂശി ഇല്ലത്തേക്ക് അയച്ചിടുമെന്ന് AK ആൻ്റണിയോ കരുണാകരനോ പറയൂല. അതുകൊണ്ടോ പറയാത്ത അവർ KSUക്കാരെ കൊണ്ട് വിളിപ്പിക്കുക, അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവരത് പറയില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചൗക്കിദാർ ചോർ ഹേ ഇങ്ങനെ ഇത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്. അപ്പം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ പറ്റി ഒരു തേങ്ങ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ചോറി. ചൗക്കിദാർ ചോർ ഹേക്ക് ശേഷം ഗണ്ടി പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന അടുത്ത നാടകം വോട്ട് ചോറി എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കുന്ന ഈ വോട്ട് ചോറി എന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ ഇന്നലെ ഈ വീഡിയോ ചെയ്തിരുന്നു, ഇവിടെ നടക്കുന്ന ഇലക്ഷൻ്റെ പ്രൊസീജിയർ എന്താണെന്നോ, ഇതെങ്ങനെയാണ് ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഫൈനൽ വോട്ടർ പട്ടികയിൽ എത്തുന്നതെന്നോ, അവിടെ ഈ മരണപ്പെട്ടവരുടെ പേരൊക്കെ അത് ക്യാൻസൽ ചെയ്യുമെന്നോ, ആ ഇലക്ഷൻ നടത്തുന്നതിന് തന്നെ അവരുടെ ആരുടെ സാന്നിധ്യം ഉണ്ടെന്നോ നമ്മൾ ഇന്നലെ അത് വിശദമായിട്ട് അതിനെ പറ്റി അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ അറിഞ്ഞുകൂടാതെയാണ് ഇദ്ദേഹം വന്ന് ഇത് പറയുന്നത് ഇങ്ങനത്തെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രധാനമന്ത്രി പദവി എന്താ പറയുക, നമ്മൾ കുടുംബപരമായിട്ട് കിട്ടണം, അങ്ങനെ ഇദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് അത് കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ ഭ്രാന്തകളായി നടക്കുന്നത്. നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാല്ലേ, മൂപ്പർക്ക് ഭ്രാന്താണോ എന്നുള്ളത്. കാരണം നാട്ടുകാർ മൊത്തം പറഞ്ഞു തുടങ്ങി, പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു തുടങ്ങി, ഇങ്ങനെ കൊണ്ട് തലയ്ക്ക് സമാധാനമില്ല, നമ്മൾ മരിച്ചവരെ കാണുന്നു. അതെ, ഇതൊക്കെ മരിച്ചവരെ കാണുന്നു, മരിച്ചവർ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഇതൊക്കെയാണ് നടന്നു പോരുന്നത്. ഇതിപ്പോൾ ഈ മോദി ഭരിക്കുന്നത് വോട്ട് മോഷ്ടിച്ചാണ് എന്നാണ് രാഹുൽ പറയുന്നത്. രാഹുൽ പറയുമ്പോൾ അവർക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിലൊന്നും ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. നേരെ തിരിച്ച് BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ട് താനും. നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായിട്ട് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള, ഏറ്റവും ഒടുവിൽ കന്യാസ്ത്രീകളുടെ വിഷയം, ധർമ്മസ്ഥല ഉണ്ടായിട്ടുണ്ട്, പിന്നെ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധർമ്മസ്ഥലയിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. എന്തുകൊണ്ടാ? കർണാടക ഭരിക്കുന്നത് അതുകൊണ്ട്. ശരി, അപ്പോൾ ഈ വിഷയം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കർണാടക ആരാണ് ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു അസ്ഥിരതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായുള്ള, അതായത് നല്ല തലയ്ക്ക് വെളിവുള്ള ആളുകൾ ചേർന്ന് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ, ചില പ്രൊപ്പഗാൻഡകൾ, ചില അജണ്ടകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കണക്കൂട്ടിയാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞു. നമുക്ക് നോക്കാം, രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ
മാപ്പ് പറയണം. ഏറ്റവും ഒടുവിൽ വന്നതാണ്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കേസ് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ അഫിഡവിറ്റ് നൽകണം, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറയണം. അപ്പോൾ മൂപ്പര് പറയും, നമ്മുടെ മുഖ്യമന്ത്രി പറയണം, കൈകൾ ശുദ്ധമാണ്, അറിയാം, ശുദ്ധമാണ്, ഞാനെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ മാത്രമേ പറയുകയുള്ളൂ എന്ന് പറയും. എൻ്റെ പൊന്നുമക്കളെ കണ്ടം വഴി ജനം ഓടും. കാരണം ആരും വലിയൊരു എന്താ പറയുന്ന ബൂമിങ് അല്ലേ, എന്താ അതിനെ പറയുന്ന, വലിയൊരു ക്യാമ്പയിനിങ് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രവൃത്തി. സാധാരണ പത്രമാധ്യമങ്ങളെ വിളിച്ചിരുത്തി മൈക്കിന് മുമ്പിൽ എന്ന് പറയുന്നത് പോലെയല്ല, വലിയൊരു പ്രസന്റേഷനാണ് നടത്തിയത്. പക്ഷെ ഈ പ്രസന്റേഷൻ നടത്തിയ സാധനങ്ങളിലൊന്നും ഒരു അഫിഡവിറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കാണിച്ചതിൽ പല കാര്യങ്ങൾ ഈ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഒക്കെ ന്യൂസ് ക്ലിപ്പിംഗ്സ്, ഇങ്ങനെ പല പല ന്യൂസ് ക്ലിപ്പിംഗ്സ് തെളിവായി കാണിച്ചുകൊണ്ടെന്നല്ല, പൊതു ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം കാണിക്കുന്നത്. അതെ, ഇതില് ഇദ്ദേഹം ശേഖരിച്ച എന്തെങ്കിലും ഒരു പുതുതായിട്ടുള്ള ഒന്നുമില്ല. ഇതും കൊണ്ട് ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അതിനുശേഷമുള്ള അവർ പറഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പൊ തെളിവുകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു, അതിന് ഇപ്പൊ കണ്ടോ നമ്മൾ. അപ്പൊ ഇവർ പറയുന്നത് മുമ്പ് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇവർ അനുകൂലിച്ചത് അപ്പൊ അന്ന് തെളിവുകൾ ഇല്ലാതെയാണെന്നുള്ളതിന്റെ അർത്ഥം, അങ്ങനെയും കൂടെ അതിന്റെ അർത്ഥമില്ലേ? ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ തെളിവ് കൊണ്ടാ വന്നത്, പക്ഷെ തെളിവ് എന്താണ്? നേരത്തെ പറഞ്ഞൊക്കെ തെളിവില്ലാതെയാണെന്ന് അവർ തന്നെ സമ്മതിച്ചു, അവര് തന്നെ അല്ലാതെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഒരു വോട്ട് ചോറി എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വോട്ട് ചോറി എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന കള്ള വോട്ട് തന്നെയല്ലേ? കള്ളവോട്ട് ഇത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. അതെ, അവരാണ് അതിലേക്ക് ഞാൻ വന്നത്, അവർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അലിഗേഷൻ ഉള്ളത്. ഇത് ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ സർവേ ഈ പറയുന്ന EVM ഇപ്പോൾ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് BJP ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ BJP ഭരിക്കുമ്പോ കോൺഗ്രസ് വന്നിട്ട് പ്രശ്നമുണ്ട്. ഇവര് തമ്മിലുള്ള ഇവര് സ്വയം ആലോചിക്കുന്നുണ്ട്, ഇത് എന്തൊരു തലവേദനയാണെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, ഇപ്പൊ ഇവരും പറയുന്നുണ്ടല്ലേ, എന്നാൽ ഇതിലൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. അപ്പോൾ സർവേ നോക്കിയിട്ടൊക്കെയാണ് പറയുന്നത്, സർവേയിൽ ഞങ്ങൾ ഇത്ര ശതമാനം ജയിക്കുമെന്നൊക്കെയാണ്. സർവേ നോക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, അതെ, ഈ സർവേയിൽ എന്താണ് ഈ കഴിഞ്ഞ തവണ പറഞ്ഞത് 500 സീറ്റ് കിട്ടും, ഇത്ര സീറ്റ് BJPക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനം എങ്ങനെയോ വലിച്ച് അടുപ്പിച്ച് കരക്കടുപ്പിച്ച ഒരു തോണിയിലാണ് ഇപ്പൊ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ ആ ഒരു തോണിയിലല്ലേ ഇപ്പൊ ഈ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സർവേയിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് 500 സീറ്റ് BJPക്ക് അല്ല NDAക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് എന്തായി? അതിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഈ രണ്ടെണ്ണത്തിനെ വലിച്ചടിപ്പിച്ച് പോവുക. അല്ല, അത് ഞാനൊരു രസകരമായിട്ടൊരു കമന്റ് കണ്ടു ഇന്നലെ, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്താണ് ഫേസ്ബുക്കിലാ, അതിൽ പറയുന്നത് എങ്ങനെയാണ്, കള്ളത്തരം കാണിക്കാൻ BJP കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ ചില സ്ഥലത്തൊക്കെ തോറ്റു കൊടുക്കും, ചില സ്ഥലത്തൊക്കെ വിട്ടുകൊടുക്കും, അല്ലാതെ ഇത് അതിലൊരു അങ്ങനെയാണ് അവരത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലാതെ കാണിച്ചാൽ കണ്ടുപിടിക്കൂലേ എന്ന്. അപ്പം ഇവര് എത്രമാത്രം ഈ EVM തട്ടിപ്പിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. തോൽക്കുമ്പോ പോലും ശീലമില്ലാത്ത ഒരാൾക്ക് അത് മനസ്സിലാവും. ഏതാ ചെയ്ത് ശീലമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. കള്ളത്തരം ചെയ്ത് ശീലമില്ലാത്ത ഒരാൾക്ക് ഇത് ഇങ്ങനെ അന്ധമായിട്ട് അടച്ചാക്ഷേപിച്ച് പറഞ്ഞ് വല്ലാണ്ട് പറയാൻ പറ്റും. തോക്കുമ്പോ പോലും ഇത് അവരുടെ അടവാണ്, അതുപോലും പറയും. അപ്പൊ രാഹുൽ ഇതുമായിട്ട് ഇനിയിപ്പോ വേണമെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ വരും. സുപ്രീം കോടതിയിൽ ഈ കഷ്ണം പേപ്പർ കണ്ടം വഴി സുപ്രീം കോടതി ഓടിക്കും. സമയം മെനക്കെടുത്തിയതിന് സുപ്രീം കോടതി ഓടിക്കും. ഇപ്പൊ ഇവര് പറയുന്നത് 7 നിയമസഭാ മണ്ഡലം നിർത്തണം. രാഹുൽ ഗാന്ധിയൊക്കെ ഇനി വരാന്ത നിർത്തണം ഒരു ദിവസം മൊത്തം ശിക്ഷയായിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇദ്ദേഹം പിന്നെ മടിക്കും. ഉളുപ്പൊക്കെ വേണ്ടേ, വരാന്ത നിൽക്കുന്ന തന്നെ ഒരു സമരമായിട്ടൊക്കെ അവരത് പറയുകയും ചെയ്യും. അതൊന്നുമല്ല. ഇപ്പൊ വേണമെങ്കിലും നമുക്ക് നോക്കുമ്പോൾ 1951 ജനപ്രാതിനിധ്യ നിയമമുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പറയുന്ന എന്താ പറയുക തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തു വിടുന്നതനുസരിച്ചിട്ട് പോലും ശിക്ഷ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടപ്പെടും. ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. രാഹുൽ ഗാന്ധിക്ക് ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറയുമ്പോൾ പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ്. ഈ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള, നമ്മൾ ആദ്യം പറഞ്ഞതിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പല സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി ഉറച്ചു നിന്നിട്ടില്ല.
ഒന്നിൽ ഉറച്ചു നിന്നിട്ടില്ല. അതിൽ തെളിവുകൾ ഹാജരാക്കാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. ഇതൊന്നും കഴിയാതെ വരുമ്പോൾ നാട്, അതായത് വിദേശം മൊത്തം പോയിട്ട് സംസാരിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ്. ഇതിൽ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ താരിഫ് യുദ്ധം നമ്മൾ നടക്കുന്നുണ്ട്. ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടി വരുമ്പോൾ ഇതിൽ ചില ഇടപെടലുകൾ നമ്മൾ സംശയിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു കളിയാണ്. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല, നമ്മൾ വളർച്ചയുടെ പടവുകളിൽ തന്നെയാണ്. ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ പലരുടെയും കൈകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ഈ തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചിന്തിക്കുന്ന ആളുകളെ തെറ്റാണ് എന്ന് പറയുമെന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യ തകരേണ്ടത് പലരുടെയും ആവശ്യമാണ്. ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ വളർച്ചയിൽ കണ്ണുകടിയുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുമാണ് തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടേക്കാണ് ഇന്ത്യ നെടുന്തൂണ് പോലെ വരുന്നത്. ഇന്ത്യ അനുകൂലിക്കാനാണെങ്കിൽ ബാക്കി രാഷ്ട്രങ്ങളുണ്ട് താനും. അപ്പോൾ ഇതിലേക്ക് ഇന്ത്യയിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കുക, ഇന്ത്യയെ അതല്ലാതെ തകർക്കുക, അതായത് ബോംബിട്ട് മാത്രമാണ് പണ്ട് നമ്മൾ തകർത്ത് കണ്ടിട്ടുള്ളത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. നമ്മുടെ നാട്ടിലെ ശത്രുക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താനും അവർക്കെതിരെ നടപടികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന വലിയ വലിയ ഉന്നത പദവികളിലൊക്കെ ഇരിക്കുന്നവരാകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം പ്രശ്നമുണ്ടാവും. ഒരുപക്ഷെ കലാപം പോലും ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള കളികൾ നമുക്കറിയാം. ജോർജ് സോറസ് ഒക്കെ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ജോർജ് സോറസിന് മേലെ എത്രയോ ഡീപ് സ്റ്റേറ്റുകൾ ഉണ്ടാവും. ഇവർക്കെല്ലാം താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കില്ല ഇന്ത്യ തകരുക എന്നുള്ളത്. ഒരേ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മളൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ എല്ലാവരും ഈ പറയുന്ന പ്രശ്നങ്ങളുടെ പുറകെ നടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന പക്ഷം ഇന്ത്യക്കെതിരെയുള്ള വാർത്തകളും ചമയ്ക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ചിലർ പറയും നമ്മൾ എന്താ പറയുക വലതുപക്ഷ മാധ്യമങ്ങൾ എന്നൊക്കെ പറയും. പക്ഷെ ആരെങ്കിലും ഒരാൾ വേണ്ടേ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്ന എല്ലാ ബില്ലുകളും കലാപമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ CAA വന്നപ്പോഴും അത് കലാപമാക്കി, ഫാമേഴ്സ് ബില്ല് വന്നപ്പോൾ, കാർഷിക ബില്ല് വന്നപ്പോൾ അതിനൊരു കലാപമാക്കി. രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാ പറയുന്നത്. ഇതിനെ ഈ കാർഷിക ബില്ലിനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാമാണ് ഈ പറയുന്ന ഈ കാർഷിക ബില്ലിന്റെ പേരിലുണ്ടായിരുന്ന സമരം. കാരണം ഈ നടുക്ക് നിൽക്കുന്ന ഇവന്മാർക്ക് വേണ്ടിയുള്ള ഈ അറിയാലോ, മീഡിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇവിടെ നടത്തിയത്. കർഷകർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തരം. അതിൽ ആരൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടോ, അതിനകത്ത് ആ സമരത്തിൽ ആരൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടോ അവനെല്ലാം കുറിച്ച് വെക്കേണ്ടതാണ്. കാരണം അവനെല്ലാം തന്നെ ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കേണ്ടത്. കാരണം അവരെല്ലാം തന്നെ രാജ്യദ്രോഹികളാണ്. അതെ, ആ കർഷക സമരത്തിൽ അണിനിരുന്ന പലരെ അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിഘടനവാദികളിലേക്ക് വരെ അന്വേഷണം പോകും. അതോ അവിടെ കൊണ്ട് നിർത്തിയതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പോഴും ആണെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനെ പോലും പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കോൺഗ്രസ് ഇല്ല. ഇയാൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ തന്നെ ഉണ്ടല്ലോ. ഇന്ത്യ സഖ്യം അതാ ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇന്ത്യ എന്ന് ഞാൻ പറയില്ല. ഇന്ത്യ സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൽ തന്നെ ഉണ്ടല്ലോ ഈ പറയുന്ന വിഘടനവാദികൾ ഇല്ലേ? ആ ഇന്ത്യ സഖ്യത്തിലുണ്ട്. എന്നിട്ടാണ് ഇവർ ഈ തരത്തിലുള്ള വാർത്തകൾ. എന്തുകൊണ്ട് ഒറ്റ കാര്യം ഈ പ്രതിപക്ഷ പാർട്ടിക്ക് പറഞ്ഞൂടെ, ഇവർക്ക് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് അന്തസ്സുണ്ടെങ്കിൽ തെളിവ് സഹിതം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പോട്ടെ. അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് അതാണ്. അവരുടെ തലപ്പത്തിരിക്കുന്ന മുതലാളിയോട് പറയട്ടെ, നിങ്ങൾ ഞങ്ങളുടെ മാനം കളയരുത്, നിങ്ങൾ പോയിട്ട് നിങ്ങൾ പോയി അഫിഡവിറ്റ് സമർപ്പിക്കുക, അന്വേഷണം വരട്ടെ. അന്വേഷണത്തെ ആരാണ് ഭയക്കുന്നത്? അന്വേഷണത്തിന് എന്തിനാണ് ഈ പറയുന്ന കോൺഗ്രസ് ഭയക്കുന്നത്? അവിടെ തന്നെ പല സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് കണ്ണടച്ചത് വിട്ടുകളയാനും പറ്റില്ല. സാഹചര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതാണ്. നമ്മുടെ രാജ്യത്ത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകണം. പലതരത്തിലുള്ള പല സ്ഥലങ്ങളിലായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം ആകെ തുക നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പോകുമ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ മണം അടിച്ചാൽ അത് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരെ തെറ്റു പറയാനും സാധിക്കില്ല.